മോദി മോദി എന്ന് വിളിച്ചുകൊണ്ടാണ് ഇസ്രായേൽ മോദിയെ വരവേറ്റത്. ബെഞ്ചമിൻ നെതന്യാഹുവും ഭാര്യയും നേരിട്ടെത്തിയാണ് പ്രധാനമന്ത്രിയെ വരവേറ്റത്. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. മോദി ഇസ്രായേലിൻ്റെ മനസ്സിനെ കീഴടക്കി എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി ആരൊക്കെ എന്തൊക്കെ കുരുവട്ടി വന്നാലും അതങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നരേന്ദ്രമോദി പറയുന്നത് 2023 1200 ഇസ്രായേൽ ജൂതരെ ഹമാസ് കൊന്നു. ആ വേദന ഞങ്ങൾക്ക് മനസ്സിലാകും. കാരണം മുംബൈ ഭീകരാക്രമണത്തിൽ ഞങ്ങളെ 175 ജീവനാണ് നഷ്ടപ്പെട്ടത്. ഭീകരരുണ്ടാക്കുന്ന ഇത്തരം ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാകും. ഹമാസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി അവിടെ പ്രസംഗിച്ചത്. മാത്രമല്ല, മോദി എൻ്റെ പ്രിയ സഹോദരനാണെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. ഇത് കുറേ പേര് അസ്വസ്ഥരാക്കും. കാരണം ഹമാസിന് വേണ്ടി ഇവിടെ ജയ് വിളിക്കുന്നവരും ഹമാസിൻ്റെ നേതാക്കളെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നവരും ഹമാസിൻ്റെ നേതാക്കൾ മരിക്കുമ്പോൾ അവരുടെ മയ്യത്തും മറ്റു കാര്യങ്ങളുമൊക്കെ കേരളത്തിൽ വലിയ രീതിയിൽ എന്താ പറയുക, സങ്കടവും ദുഃഖവും പ്രതിഷേധവും ഒക്കെ അറിയിക്കുന്നവരുള്ളിടത്താണ് നരേന്ദ്രമോദി ഇസ്രായേലിൽ പോയി ഭീകരതയ്ക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. ഇത് സൗദിക്കും പാകിസ്ഥാനും മറ്റ് രാജ്യങ്ങൾക്കുമൊക്കെയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അതായത് ഭീകരതയെ പാലൂട്ടി വളർത്തുന്ന തുർക്കിക്കടക്കമുള്ള മുന്നറിയിപ്പാണ്. തീർച്ചയായും എങ്ങനെ കാണണം ഇതിനെ? ഇത് മോദി പോയത് നെസറ്റ് ഇരിക്കുന്നത്, ഇസ്രായേലിൻ്റെ നെസറ്റ് എന്ന് പറയുന്നത് ഇരിക്കുന്നത് ചരിത്ര പ്രസിദ്ധം മാത്രമല്ല, വളരെയധികം ആത്മീയമായിട്ടുള്ള പ്രാധാന്യവും കൂടിയുള്ള സ്ഥലമേന്നറിയോ? യെറൂശലേം. യെറൂശലേം എന്ന് പറയുന്നത് യെരൂശലേം ദൈവദൂതൻ്റെ സ്ഥലമായിട്ടുള്ള, ദൈവദൂതൻ അവിടെ പ്രചാരണം നടത്തിയിട്ടുള്ള, നന്മയ്ക്ക് വേണ്ടി, ഭൂമിയിൽ നന്മയ്ക്ക് വേണ്ടി പ്രചാരണം നടത്തിയിട്ടുള്ള ദൈവദൂതനായിട്ടുള്ള സാക്ഷാൽ യേശു ക്രിസ്തുവിൻ്റെ മണ്ണിൽ, അവിടെയാണ് ഈ നെസറ്റിൽ മോദി പങ്കെടുത്തതെന്ന് ഓർക്കണം. ഒരു ചെണ്ട മദ്ദളത്തിനോട് ചെന്ന് പറയുന്നത് പോലെ ചില കാര്യങ്ങളാണ് പറഞ്ഞത്. ഭീകരവാദത്തിൻ്റെ ഇരകളായിട്ടുള്ള 2 രാഷ്ട്രങ്ങൾ, ലോകത്തിലെ 2 രാഷ്ട്രങ്ങൾ, ഏറ്റവും കൂടുതൽ പീഡനത്തിന് വിധേയമായിട്ടുള്ള 2 രാഷ്ട്രങ്ങൾ, അവരുടെ ദുഃഖങ്ങൾ പങ്കുവച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല, മറിച്ച് ഈ ഭീകരവാദത്തിൻ്റെ വേരുകൾ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഒത്തൊരുമിക്കുകയാണ്. അവർ രണ്ടും മാത്രമല്ല, അവർ ഒറ്റയ്ക്കുമല്ല, അവർ ആഫ്രിക്കയിലെ അറബ് വംശജർ മുഴുവൻ ഉള്ള രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇവരോട് സഹകരിക്കുകയാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പാരമ്പര്യമുള്ള സംസ്കാരമായിട്ടുള്ള, ആദ്യത്തെ സംസ്കാരമായിട്ടുള്ള ഗ്രീസ്, അതുപോലെ തന്നെ സൈപ്രസ്, ഈ രാജ്യങ്ങളും ഇസ്രായേലും ഇന്ത്യയും കൂടി ചേരുമ്പോൾ അതൊരു വലിയ ശക്തിയായിട്ട് മാറുകയാണ്. ഏത് ഇസ്ലാമിക് നാറ്റോയും തറക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ശക്തിയായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സംസ്കാരം പോലെ മഹത്തായ ഒരു സംസ്കാരമുള്ള ഒന്നാണ് ജൂത പാരമ്പര്യമെന്ന് നെസറ്റിൽ വെച്ചിട്ട് മോദി പറയുകയുണ്ടായി. മോദി ആദ്യം പറഞ്ഞ വാക്ക് ഷാലോം എന്നാണ്. ഷാലോം എന്ന ഹീബ്രു വാക്ക്, അതാണ് അദ്ദേഹം ആദ്യം ഉദ്ധരിച്ചത്. ആ ആ ഒരു വാക്ക് കഴിഞ്ഞിട്ട് പിന്നെ പ്രസംഗിക്കാൻ പറ്റിയില്ല മോദിക്ക്. കാരണം മിനിറ്റുകളോളം നീണ്ടു നിന്ന കരഘോഷമാണ് അവിടെ നിന്ന് ഉയർന്നത്. ഷാലോം എന്നുള്ള ആ വാക്കിൻ്റെ ശക്തി. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്ക് സംസ്കൃതത്തിൽ നിന്നുള്ള വസുധൈവ കുടുംബകം എന്നുള്ളതാണ്. ഈ ജൂതഗ്രന്ഥത്തിലും ജൂതമതഗ്രന്ഥത്തിലും ഇതിന് സമാനമായിട്ടൊരു വാക്കുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ഘോഷിച്ചത്. എല്ലാം കൊണ്ടും നമ്മൾ ആ വാക്കുകൾ കൊണ്ട് മാത്രമല്ല, ശരീരഭാഷ കൊണ്ടും വളരെയധികം ശരീരഭാഷ കൊണ്ടും വളരെയധികം നമ്മൾ കാണേണ്ട ഒന്നായിരുന്നു. ശരിക്കും ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ആൾ വളരെ അഫക്റ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കൈകളും ഒക്കെ പോകുന്നത്. ആ കൈകളുടെ ചലനം എന്ന് പറഞ്ഞാൽ ശരീരഭാഷ തന്നെ ഈ വളരെയധികം നമ്മളെ, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഹീബ്രുവിലേക്ക് മടങ്ങിപ്പോകും. മനസ്സിലായില്ലെങ്കിലും കൈകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ വികാരങ്ങളെ, ആ ഒരു വികാര പ്രപഞ്ചത്തെ തന്നെ നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ സംവദിച്ചത്. അത് മുഴുവൻ കരഘോഷം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാര്യ സാറയും കൂടി വന്നിട്ടാണ് ഇദ്ദേഹത്തിന് കൈ കൊടുത്തുകൊണ്ട് ആ നെസറ്റിലേക്ക് കരുതലോടുകൂടി പടി ഇറങ്ങി വേണം പോകാൻ. ആ പടികൾ ഓരോന്നും ഇറങ്ങുന്നത് സൂക്ഷിച്ചുകൊണ്ട് വളരെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് തന്നെ അവരെ കൊണ്ടുപോയത്. തീർച്ചയായിട്ടും അവരുടെ ഇൻ്റലിജൻസ് ഏജൻസിയുടെ, മൊസാദിൻ്റെ ആളുകൾ എൻ്റെ കൂട്ടത്തിലുണ്ടായിരിക്കും. 100% സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടാണ്. ഇനിയിപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇസ്രായേലിൻ്റെ പ്രസിഡൻറ്റുമായിട്ടാണ്. അപ്പോൾ ഇതോടുകൂടി തന്നെ
നമുക്ക് ഒരു അയൺ ഡോം സ്വന്തമാകാൻ പോവുകയാണ്. മിസൈലുകൾ, ആരോ മിസൈലുകൾ സ്വന്തമാകാൻ പോവുകയാണ്. നമ്മുടെ സുരക്ഷ ഇനി ഒരു പാകിസ്ഥാനോ ഒരു ചൈനയ്ക്കോ ഒരു തുർക്കിക്കോ അവരെല്ലാം കൂടി ചേർന്നാലോ അല്ലെങ്കിൽ ഇനി സൗദിയും കൂടെ വന്നാലും തകർക്കാൻ പറ്റാത്ത കരുത്തോടുകൂടി നിലനിൽക്കാൻ പോകുന്ന തരത്തിലേക്കുള്ള ഒരു ബന്ധമാണ്, ഒരു നയതന്ത്ര ബന്ധത്തിനാണ് തുടക്കമിടുന്നത്. ഇവിടെ ഇസ്രായേൽ സന്ദർശിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹം അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിരുന്നു. 2006 അദ്ദേഹം ഗുജറാത്ത് സന്ദർശിച്ചിരുന്നു, ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട്. 2017 അദ്ദേഹം വീണ്ടും സന്ദർശനം നടത്തിയിരുന്നു പ്രധാനമന്ത്രിയായിട്ട്. ഇപ്പോൾ 9 വർഷത്തിന് ശേഷം വീണ്ടും അവിടെ സന്ദർശനം നടത്തിയിരിക്കുന്നത്. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം ഈ മാറുന്ന ജിയോ പൊളിറ്റിക്കൽ സ്റ്റേജിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രത്തിനെ കൂടെ ചേർക്കുക എന്നുള്ളതാണ്. ഇനി അമേരിക്കയ്ക്ക് ഒരിക്കലും നമ്മുടെ മേൽ ചുങ്കം ചെലുത്താൻ സാധിക്കില്ല. കാരണം ഇസ്രയേൽ പറയുന്നത് പോലെ ഡൊണാൾഡ് ട്രംപ് കേൾക്കുകയുള്ളൂ. അതിനപ്പുറം പോകാൻ അദ്ദേഹത്തിന് പറ്റില്ല. ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഇസ്രായേലാണ് പറഞ്ഞത് യുദ്ധം വേണമെന്ന്. അതനുസരിച്ചാണ് ട്രംപ്. ശരിക്കും പറഞ്ഞാൽ ട്രംപ് ഇസ്രായേലിലെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു പാവയാണ്. അപ്പോൾ അതുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു തീർച്ചയായിട്ടും ഇനിയും മേലെ ഇന്ത്യക്ക് ചുങ്കമിടുന്നത് സഹിച്ചിരിക്കുകയില്ല. കാരണം അത്ര ഒരു ആത്മബന്ധമാണ് അവർ തമ്മിൽ കൈവരിച്ചിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞാൽ ഒരു ചുങ്കവും ഒരു കുന്തവും ഇന്ത്യക്ക് മേലേർപ്പിക്കാൻ പറ്റിയില്ല. മാറി ട്രംപിനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഇതുവരെ എന്തായിരുന്നു പറഞ്ഞത്? ഇന്ത്യക്ക് വമ്പിച്ച ഡാമേജ് ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ അല്ലേ പറഞ്ഞത്, ഉണ്ടാവാൻ പോവുകയാണെന്ന്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത്? ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇല്ലാതായിപ്പോയി. അയാളുടെ ആസ്ഥാനം വരെ നമ്മൾ മിസൈലിട്ട് തകർത്തേനെ വന്നു. അടുത്ത നിമിഷത്തിൽ അതായിരുന്നു സംഭവിക്കാൻ പോകുന്നത്, ഞാൻ ഇടപെട്ടുകൊണ്ട്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ആരാ യുദ്ധത്തിൽ തോറ്റത്? പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ ആണവ ഇന്ത്യക്ക് വലിയ നാശം വരാൻ പോകുന്നു. ഇന്ത്യ ഞാൻ പറഞ്ഞ 200% ചുങ്കം എന്ന് പറയുന്നത് കൊണ്ടാണ് ഇത് തീർത്തത്. 200 അല്ലടോ, താൻ 1000% ചുങ്കം വിട്ടാലും ഇന്ത്യ നിർത്താൻ പോകുമായിരുന്നില്ല യുദ്ധം. കരഞ്ഞു വിളിച്ച് കാല് പിടിച്ച് വരുന്നവർക്ക് ഇന്ത്യ അഭയം കൊടുക്കുക. അതുപോലെ പാകിസ്ഥാൻ്റെ സൈനിക മേധാവി പറഞ്ഞപ്പോഴാണ് പോട്ടെ ഇനി ഞങ്ങളൊന്നിനും വരുന്നില്ല, നിങ്ങൾ മര്യാദയ്ക്ക് ഇരുന്നോണമെന്ന് പറഞ്ഞത്. അതാണ് ഇന്ത്യ. അതാണ് നിങ്ങൾ അത് ആശ്രിതമായിട്ട് വരുന്ന ആളുകൾക്ക് അത്താഴപ്പട്ടിണിക്കാരന് ആഹാരം കൊടുക്കുന്ന ഒരു പാരമ്പര്യമുള്ള രാജ്യമാണ്. ഇവിടെ കാല് പിടിച്ച് എൻ്റെ ജീവന് വേണ്ടി അപേക്ഷിക്കുന്നവരെ കൊല്ലുന്ന നിങ്ങളുടെ ഭീകരന്മാരുടെ പാരമ്പര്യമല്ല ഇന്ത്യക്കുള്ളത്. അതുകൊണ്ടാണ് നമ്മളത് യുദ്ധത്തിൽ കീഴടങ്ങി. 2014 ശേഷം ഇന്ത്യ വളരെ സ്ട്രോങ് ആയി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ഇത്. ഈ മുംബൈ ഭീകരാക്രമണ സമയത്തൊക്കെ ഇന്ത്യൻ സൈന്യത്തിലൊന്ന് അനങ്ങാൻ പോലും കോൺഗ്രസ് സർക്കാർ, അന്ന് UPA സർക്കാർ ആയിരുന്നു, അവർ സമ്മതിച്ചിട്ടില്ല. പക്ഷെ പിന്നീട് 2014 ശേഷം നരേന്ദ്രമോദി വന്നപ്പോൾ നമ്മുടെ സൈന്യത്തിന് തന്നെ പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുത്തു. നിങ്ങൾക്ക് ഉചിതമായത് ചെയ്യൂ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഗാൽവാൻ താഴ്വരയിൽ ചൈനയോട് അത് പറഞ്ഞു എന്ന് പറഞ്ഞാണ്, നരവാനയുടെ ബുക്കിലുണ്ട് എന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി കിടന്ന് തുള്ളിയത്. ഇവരുടെ സമയത്ത് പാകിസ്ഥാനെ ആക്രമിക്കാൻ അല്ലെങ്കിൽ പാകിസ്ഥാന് മറുപടി നൽകാൻ പോലും ഇന്ത്യൻ സൈന്യത്തെ അനുവദിക്കാതിരുന്ന ആളുകളാണ് നരവാനയുടെ ബുക്കിൽ ചൈനയ്ക്ക് എതിരെ നിങ്ങൾക്ക് ഉചിതമായത് ചെയ്യൂ എന്ന് പറഞ്ഞ ഒരു സർക്കാരിനെ ആക്രമിക്കുന്നത്. ഹമാസിനും ഭീകരവാദികൾക്കും ഇസ്രായേലിൽ പോയി ഇന്ത്യ മറുപടി നൽകിയിട്ടുണ്ടെങ്കിൽ അത് ചിലർ ഭയക്കേണ്ടിയിരിക്കുന്നു. കാരണം നിലനിൽപ്പിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് ഇസ്രായേൽ ജനത എന്ന് പറയുന്നത്. അവര് ഈ തോക്കുകൾ കൊണ്ടാണ് വെളിയിലിറങ്ങുന്നതും. കാരണം അവരുടെ ജീവൻ എപ്പോഴും ഭീഷണിയാണ്. ഇസ്രായേൽ ജനതയെ കൊല്ലാനായി ഇങ്ങനെ തക്കം പാർത്തിരിക്കുന്ന കുറെ കഴുക കണ്ണുകളുണ്ട്. അപ്പൊ ഇവർക്കിടയിലൊക്കെ ഇന്ത്യയും ഒപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തത്. ഇസ്രായേലിൻ്റെ സ്പീക്കറും അതുപോലെ തന്നെ നെസറ്റിൻ്റെ സ്പീക്കറും അതുപോലെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയും നമസ്തേ എന്ന അഭിസംബോധന ചെയ്യുന്നതിൽ അവർക്കൊരു മടിയുമില്ല. ആ സംസ്കൃത വാക്ക് ഉച്ചരിക്കുന്നതിൽ അവർക്കൊരു മടിയുമില്ല. അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞുകൊണ്ടാണ് പ്രഭാഷണം ആരംഭിച്ചത്. അങ്ങനെയൊക്കെ തന്നെ ഇന്ത്യയോട് വലിയൊരു ബഹുമാനം. ഇന്ത്യക്ക് 1ാം ട്രംപിൻ്റെ കാലത്ത് ഒരു ആദരം കിട്ടിയല്ലോ അമേരിക്കയിൽ, അതേ തരത്തിലുള്ള ഒരു ആദരമാണ് ഇത്തവണത്തെ സന്ദർശനത്തിൽ ഇസ്രായേൽ നൽകിയത്. ഇസ്രായേലിൻ്റെ പല കാര്യങ്ങളും നമ്മൾ ഏർക്കുന്നുണ്ട്. ഈ പ്രസംഗത്തിൽ പോലും അദ്ദേഹം പറഞ്ഞു ഐക്യരാഷ്ട്രസഭ നിർദ്ദേശിച്ച മാർഗത്തിലൂടെ പോകണം എന്ന് പറഞ്ഞു, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു വലിയൊരു സൈലൻസ് വന്നു നെസറ്റിൽ. പറയേണ്ടതെല്ലാം ശക്തമായിട്ട് പറയുകയും ഹമാസിനെ ശക്തിയായ ഭാഷയിൽ അവരെ എതിർത്ത് പറയുകയും ചെയ്തു. ഹമാസിനെ മനുഷ്യത്വമില്ലാത്ത ഒരു വിഭാഗം എന്ന് പറയുന്നു. നമ്മൾ ഈ ഹമാസിനെയും പാലസ്തീൻകാരെയും രണ്ടായിട്ടാണ് കാണുന്നത്. വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന പാലസ്തീൻ അതോറിറ്റിയെയാണ് PLA, പാലസ്തീൻ ലിബറേഷൻ അതോറിറ്റി, അവരെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. ഈ ഹമാസിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല. ഹമാസ് ചെയ്യുന്നത് ടെററിസം തന്നെയാണെന്നാണ് നമ്മൾ
കരുതുന്നത്. അങ്ങനെ രണ്ടിനെയും രണ്ടായിട്ട് വെസ്റ്റ് ബാങ്ക് ആണ് പാലസ്തീൻ്റെ രാഷ്ട്രമായിട്ട് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത്. അവർക്ക് അംഗീകാരം നമ്മൾ കൊടുത്തിട്ടുണ്ട്, അവരെ നമ്മൾ ബഹുമാനിക്കുന്നു. അവർ ഈ ഭീകരവാദത്തിനെതിരാണ്. ഹമാസിനോട് ആയുധം താഴെ വയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് ഈ വെസ്റ്റ് ബാങ്കിലുള്ള പാലസ്തീൻ ലിബറേഷൻ അതോറിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അതൊരു വേറൊരു ഭാഗമാണത്. ഹമാസുമായിട്ട് അവരെ ചേർക്കേണ്ട കാര്യമില്ല. ആ രാജ്യത്തിന് അംഗീകാരം വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു. ഇസ്രായേലും ആ രാജ്യവും നിലനിൽക്കേണ്ടത് സമാധാനത്തിന് ആവശ്യമാണ്. ഐക്യരാഷ്ട്രസഭ അതാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മാർഗം അംഗീകരിക്കണമെന്നുള്ള ഒരു കാര്യമാണ് നെസറ്റിലും പ്രധാനമന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ ആരും എതിർക്കേണ്ട കാര്യമില്ല. നമ്മുടെ രാജ്യത്തുള്ള മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനും വോട്ട് കിട്ടാനും വേണ്ടി അത് കമ്പിട്ട് ഇളക്കി കലക്കി അങ്ങനെ കഷായ ചെളിവെള്ളമാക്കി മാറ്റേണ്ട കാര്യമില്ല. അതൊക്കെ ദുരുദ്ദേശപരമാണ്, ദുരുപദിഷ്ടമാണ്.